വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇസ്രായേൽ ജനം വിവിധ ഗോത്രങ്ങളായി കാനാൻ ദേശത്ത് വസിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന വിജാതീയരുമായി സഖ്യമുണ്ടാക്കി അവിടെ തന്നെ തുടർന്നു. എന്നാൽ ഈ പ്രവൃത്തി കർത്താവ് മോശയും ജോഷുവയും വഴി അവരോട് കൽപ്പിച്ചതിനെതിരായിരുന്നു. അതിനാൽ കർത്താവിൻ്റെ ദൂതൻ കാനാൻ ദേശത്തെ ബോക്കിമിൽ വന്ന് ഇസ്രായേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകി. നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങളുടെ എതിരാളികളായി തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. കർത്താവിൻ്റെ ദൂതൻ ഇതറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. ന്യായാധിപന്മാർ 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനം വീണ്ടും തിന്മ ചെയ്തു. അവർ ബാൽ ദൈവത്തെ ആരാധിച്ചു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്ക് എതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. ന്യായാധിപന്മാർ 2-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ഇസ്രായേൽ ജനതയെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ചെങ്കിലും അവർ അവരെ അനുസരിച്ചില്ല. ഒരു ന്യായാധിപൻ മരിച്ച് അടുത്തയാൾ വരുമ്പോഴേക്കും അവർ മറ്റു ദൈവങ്ങളെ ആരാധിച്ച് ദൈവകോപത്തിന് വിധേയരായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.